എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പേജ് നമ്പർ 27 നമ്മൾ പോകുന്നത്. 4ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുകയാണ്. പിക്ക് ഔട്ട് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഫ്രം എക്സ്ട്രാക്ട് ദാറ്റ് റിവീൽസ് ദ ക്യാരക്ടർ ഓഫ് പിയാനിസ്റ്റ് ആൻഡ് ദ ജർമ്മൻ ഓഫീസർ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ തന്നിരിക്കുന്ന പാഠഭാഗത്ത് നിന്ന് പദങ്ങളോ അല്ലെങ്കിൽ സെന്റൻസുകളോ ഒരു കൂട്ടം പദങ്ങളോ നമ്മളോട് പറക്കിയെടുക്കുക. എന്തിനു വേണ്ടിയാണ്? ക്യാരക്ടർ ഓഫ് ദ പിയാനിസ്റ്റ് ആൻഡ് ദ ജർമ്മൻ ഓഫീസർ. അതിന്റെ അകത്ത് നിന്ന് നമ്മളോട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നു ഓരോരുത്തരുടെയും സ്വഭാവം, ആരുടെയെല്ലാം ആ പിയാനിസ്റ്റിന്റെ അതുപോലെ തന്നെ ജർമ്മൻ ഓഫീസറുടെയും സ്വഭാവം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്യാരക്ടർ ഇവിടെ ഒരു കോളത്തിലായിട്ടാണ് തന്നിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷെ ഞാനത് കോളത്തിലല്ല ഇട്ടിരിക്കുന്നത്, മറിച്ച് ഞാൻ അത് ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ കാണപ്പെടാൻ പോകുന്നത് ദ പിയാനിസ്റ്റ്, അതായത് പിയാനിസ്റ്റിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ളതാണ് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ, പിക്കപ്പ് ചെയ്തിരിക്കുന്ന വേർഡുകൾ. ഓക്കെ, വേർഡ് അല്ലെങ്കിൽ ഫ്രേസ്. ഐ സാറ്റ് ഗ്രോണിങ് ആൻഡ് ഗ്രേസിങ് ഡള്ളി, അതായത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തു വേണ്ടിയിട്ട്? സ്ക്രേച്ചിങ്, അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ സ്കേർച്ചിങ് ചെയ്തുകൊണ്ട്, അതുപോലെ അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് പറയുവാനായിട്ട് സാധിക്കും? ക്രീക്കിംഗ് അല്ലെങ്കിൽ സ്ക്വെയിലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട്, സ്ക്രീച്ചിങ് ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഓക്കെ, ആൻഡ് ഗെയ്സിങ്, അതായത് നോക്കുകയായിരുന്നു. എങ്ങനെ? ഡള്ളി, അതായത് ബോറടിച്ചതുപോലെ ഇരുന്ന് ഇങ്ങനെ കരയുകയും കരയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയായിരുന്നു എന്ന്. ഇവിടുത്തെ ഫീലിംഗ് എന്താണ്, അല്ലെങ്കിൽ എമോഷൻ എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന വേദനയെയാണ് ഇവിടെ ഒന്ന് കാണിച്ചു തരുന്നത്. രണ്ടാമതായിട്ട് പേടിയെയാണ് കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് പിയാനിസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ഏതാണ്? ഐ കാണ്ട് ലീവ് ദിസ് പ്ലേസ്, എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഫീലിംഗ് അല്ലെങ്കിൽ എമോഷൻ. അദ്ദേഹത്തിന്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മരണഭയത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്ന് പുറത്തിറങ്ങി പോയാൽ അദ്ദേഹം കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. കാരണം അദ്ദേഹം ഒരു യഹൂദനാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം തന്നിരിക്കുന്നത് മരണഭയത്തെയാണ്. അടുത്തതായിട്ട് തന്നിരിക്കുന്ന മൂന്നാമതായിട്ട് നമുക്ക് കാണാവുന്ന വേർഡ്സ് ഓർ ഫ്രേസ് ഏതാണ്? വെയിറ്റ് എ മൊമെന്റ്. അദ്ദേഹം പറയുന്നത് പോലെ വെയിറ്റ് എ മൂമെന്റ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ആണ്. അതായത് ഒരു നിമിഷം നിൽക്കുവാനാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കറിയാം. അതായത് ഇവിടെ ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ട്. ഈ മനുഷ്യൻ അവസാനമായിട്ട് പോകുന്ന സമയത്താണ് ഇത് പറയുന്നത്. അപ്പൊ വെയിറ്റ് എ മൂമെന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നത് എന്തോ ഒന്ന് പറയുവാനുണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് വാണ്ടഡ് ടു സേ സംതിങ്, എന്തോ ഒന്ന് അദ്ദേഹത്തോട് പറയുവാനുള്ള ആ ഒരു ത്വരയിൽ നിന്നാണ് വെയിറ്റ് എ മൂമെന്റ് എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. നാലാമതായിട്ട് തന്നിരിക്കുന്ന ഫ്രേസ് ഏതാണ്? ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, എങ്ങനെയാണ് ഞാൻ ഈ തെരുവ് യുദ്ധത്തെ അതിജീവിക്കുക എന്നാണ് അദ്ദേഹം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹൗ വിൽ ഐ സർവൈവ് ദി സ്ട്രീറ്റ് ഫൈറ്റിംഗ്. അപ്പൊ അതിന് ഉത്തരമായിട്ട് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ്. ഇവിടെ ഈ എമോഷൻ, അതിന്റെ ഉത്തരമായിട്ട് തന്നെ എക്സ്പ്രഷൻ ഓഫ് ഹോപ്പ്ലെസ്നെസ്, അതായത് അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഇല്ലായ്കയാണ് അവിടെ കാണിച്ചു തരുന്നത്. എങ്ങനെ സർവൈവ് ചെയ്യും, അതായത് യാതൊരു രീതിയും അറിയില്ല എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്ന്. ഇനി അഞ്ചാമത്തെ ഫ്രേസ് അല്ലെങ്കിൽ വേർഡ് ഏതാണ്? ഇഫ് ഐ സർവൈവ് ഐ വിൽ സർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ സർവൈവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ബുദ്ധിമുട്ട് പിടിച്ച സമയത്തെ അതിജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ സർട്ടൻലി, ഞാൻ ഉറപ്പായും ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ, ഞാൻ പോളിഷ് റേഡിയോയ്ക്ക് വേണ്ടി ഉറപ്പായും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ എന്തത്തെ ഫീലിംഗ് തന്നിരിക്കുന്നത്? എ ഹോപ്പ് ടു സർവൈവ് വിത്ത് ഹിസ് പ്രൊഫഷൻ ബൈ ഓവർകമ്മിങ് ദ സ്ട്രഗിൾ. അതായത് അദ്ദേഹത്തിനൊരു ചിന്തയുണ്ട്, എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയെ അദ്ദേഹം സർവൈവ് ചെയ്യുമെന്നും, വിത്ത് ഹിസ് പ്രൊഫഷൻ ബൈ ഓവർകമ്മിങ് ദ സ്ട്രഗിൾ, ഈ പ്രയാസം നൽകിയിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ തന്റെ പ്രൊഫഷന് കൊണ്ട് അദ്ദേഹം അതിജീവിക്കുകയും ചെയ്യും എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് അദ്ദേഹം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആറാമതായിട്ട് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നതാണ്. ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്, അതായത് വെടിവെക്കരുത്, ഞാൻ പോളണ്ടുകാരനാണ് എന്നുള്ളതാണ്. ഫീലിംഗ് യുവർ എമോഷൻ, ഫിയർ ഓഫ് ഡെത്ത്, അതായത് വെടിവെക്കാൻ സാധ്യതയുണ്ട്, അപ്പം മരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് വന്നതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഡോണ്ട് ഷൂട്ട്, വെടിവെക്കരുത്, ഞാൻ പോളിഷ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫിയർ ഓഫ് ഡെത്ത്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആ ജർമ്മൻ ഓഫീസറുടെ വാക്കുകളും അതിലൂടെ അദ്ദേഹം കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. ഓക്കെ, ഫ്രേസ് അല്ലെങ്കിൽ വേർഡ്. ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. അതായത് എനിക്ക് നിന്നെ ഒന്നും ചെയ്യുവാനുള്ള ഒരു പദ്ധതി ഇല്ല അല്ലെങ്കിൽ ലക്ഷ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ആ പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഫീലിംഗ് ഏത് എമോഷനോട് കൂടിയാണ് പറയുന്നത്? റീഅഷ്യൂറിങ്, പിന്നെയും ഉറപ്പ് കൊടുക്കുന്നു. കമ്പാഷനേറ്റ് ആൻഡ് പാസിഫയിങ്, അതായത് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയില്ല എന്ന് ഉറപ്പ് നൽകുകയും അതുപോലെ തന്നെ കരുണയുള്ളവനായിട്ടിരിക്കുകയും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ്. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. അവൻ എന്നോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും തിന്നുവാനുണ്ടോ എന്ന്. അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇവിടെ ഏത് എമോഷനുള്ള ഒരാളാണ് ഒരാളോട് നീ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്? ഒരു ദയയുള്ള ഒരാളാണ്, കൈൻഡ് ആയിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ മറ്റൊരാളെ സഹായിക്കുവാനായിട്ട് ഒരു മനസ്സുള്ള ഒരാളുമാണ് അങ്ങനെ ചോദിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്, യു വിൽ ബി സേഫർ ദെയർ. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി. ഞാൻ നിന്നെ ഈ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാം. ടു എ വില്ലേജ്, ഒരു ഗ്രാമത്തിലേക്ക്. യു വിൽ ബി സേഫർ ദെയർ, നീ അവിടെ സുരക്ഷിതനായിരിക്കും. ഇവിടെ നൽകിയിരിക്കുന്ന ആ ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ കൈൻഡ് ആൻഡ് അംബീഷൻ ടു ഗിവ് ബെറ്റർ ലൈഫ് സ്റ്റാൻഡേർഡ്. ഇവിടെ ആ ജർമ്മൻ ഓഫീസർ ഒരു ദയാലുവായ മനുഷ്യനായും അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടി ഒളിച്ചിരിക്കുന്ന മനുഷ്യന് ഇച്ചിരിയും കൂടി നല്ല ഒരു ജീവിത നിലവാരം നൽകുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നാം കാണുന്നത്. ഇനി നാലാമതായിട്ട് ഇൻ ദാറ്റ് കേസ് ഐ സി യു റിയലി കാണ്ട് ലീവ്. അതാണ് പ്രശ്നമെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ ആ മനുഷ്യനിൽ കാണപ്പെടുന്ന വികാരം എന്താണ്? ഹെൽപ്ലെസ്നെസ്. ഹെൽപ്ലെസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കാനാവാത്ത അവസ്ഥ. ദിസ് പുവർ മാൻ, ഈ മനുഷ്യന് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അയാളെ സഹായിക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അഞ്ചാമത്തെ വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. ഞാൻ നിനക്ക് അല്പം ഭക്ഷണം കൊണ്ടുവരാം. ഐ വിൽ ബ്രിങ് യു, ബ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാം, സം ഫുഡ്, അല്പം ഭക്ഷണം. ഓക്കെ, ഇവിടത്തെ ഉള്ള ആ ഒരു ഫീലിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീവ് ഹിം ഹോപ്പ് ആൻഡ് ഓപ്പണിംഗ് എ വേ ടു സർവൈവ്. ആ മനുഷ്യന്, ആ വിഷമത്തിലിരിക്കുന്ന മനുഷ്യന് ഒരു പ്രതീക്ഷ നൽകുകയാണ്. അതോടൊപ്പം തന്നെ അവനൊരു പുതിയ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാതില് തുറന്നു കൊടുക്കുകയാണ്. ഇനി ആറാമത്തെ വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് യെസ് ഐ ആം ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ്. അതായത് അദ്ദേഹം പറയുകയാണ് ഐ ആം അഷെയിംഡ് ഓഫ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. അതായത് ഞാൻ ലജ്ജിക്കുന്നു, ഇവിടെ നടക്കുന്ന എല്ലാത്തിനെ കുറിച്ച് ഓർത്തിട്ടും എനിക്ക് ലജ്ജ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഫീലിംഗ് അല്ലെങ്കിൽ എമോഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആങ്കർ ആൻഡ് അജിറ്റേഷൻ ടു ദ സോഷ്യൽ സിറ്റുവേഷൻ. ആ മനുഷ്യന് സാമൂഹ്യ പരിസ്ഥിതിയോട് വളരെയധികം ദേഷ്യം കാണിക്കുന്ന ഒരവസ്ഥയെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം.